ശാരി, ഇത് ആരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാമേ. അമ്മേ, നീ പോയൊരു ചായ ഉണ്ടാക്കി കൊണ്ടുവാ. നിന്റെ കൈപ്പുണ്യം അമ്മ അറിയട്ടെ. വാമേ. അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ അച്ഛൻ പെർമിഷൻ തന്ന നിലയ്ക്ക് അമ്മയുടെ ഈ വരവിന് എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ. എന്താ എന്താ അമ്മയുടെ മുഖത്തിനൊരു വാട്ടം? ഇത് സന്തോഷിക്കേണ്ട സമയമല്ലേ? അച്ഛനാണെങ്കിൽ കേസെല്ലാം ജയിച്ചു, മകനാണെങ്കിൽ ഹോം മിനിസ്റ്റർ. ഞാൻ മാറി താമസിക്കുന്നു എന്നതൊഴിച്ചാൽ വേറൊരു പ്രശ്നവും ഞാൻ അമ്മയെ കാണുന്നില്ല. പറയമ്മേ, എന്താ പ്രശ്നം? എന്തിനാടാ നിനക്ക് ഈ മന്ത്രിസ്ഥാനം? നീ രാജിവെക്കണം. അപ്പോ അച്ഛൻ ഇതിനാണ് അമ്മ ഇങ്ങോട്ട് അയച്ചത്? നിന്നോട് യാചിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതുവരെ അനുസരിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ ഈ കാര്യത്തിൽ അമ്മേനോട് ക്ഷമിക്കണം. ഇപ്പൊ ഞാൻ അമ്മയെ അനുസരിച്ച അത് എന്നെ ജയിപ്പിച്ചുവിട്ട ജനങ്ങളോട് ഞാൻ ചെയ്യുന്ന വഞ്ചനയായിരിക്കും. അത് തന്നെയല്ല, തുടങ്ങി വെച്ച ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പൂർത്തീകരിക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം എനിക്ക് രാജിവെക്കാൻ നിർവാഹമില്ലെന്ന് അമ്മ ചെന്ന് അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കണം. കുടുംബ ബന്ധങ്ങൾ മറന്ന് നീ മന്ത്രിയായിട്ടിരുന്ന നാട് നന്നാക്ക്. അച്ഛനും അമ്മയും നിനക്ക് വേണ്ടല്ലോ. അമ്മേ, ഞാൻ പറയുന്നത് നീ എന്നോട് മിണ്ടണ്ട.